പൊറ്റശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ സയൻസ് ക്ലബ്ബ് രൂപീകരിച്ചു. ചടങ്ങ് ഗണിത അധ്യാപകനായ രാമാനുജം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ശാസ്ത്രത്തോടുള്ള താൽപര്യവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ എക്സ്പ്ലോറേഴ്സ് ലാബ് എന്ന പേരിൽ സയൻസ് ക്ലബ്ബ് രൂപീകരിച്ചു. അകാലത്തിൽ മരണപ്പെട്ട പൊറ്റശ്ശേരി സ്കൂളിലെ മുൻ രസതന്ത്ര അധ്യാപകനായ കെ അജയൻ മാഷുടെ സ്മരണാർത്ഥമാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. ടെൽ ക്ലബിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും ഗണിതാധ്യാപകനുമായ ആർ രാമാനുജം നിർവഹിച്ചു. ഇതിന്റെ പേര് നിങ്ങൾ പറഞ്ഞു 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ക്യൂബ്. ഓക്കെ, ഇതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത് നോക്കാം. കാണുന്നുണ്ടോ ഷേപ്പ്? ഇതിന്റെ നടുക്ക് ചെറിയൊരു സ്ക്വയർ പോലെ സാധനമൊക്കെ കാണുന്നില്ല? ഇപ്പൊ അതൊന്നും തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം, ഇതെല്ലാം ഇങ്ങനെ വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്. മൊത്തം ഏരിയ ഏറ്റവും കുറവാകുന്നത് പോലെ സോഫ്റ്റ് ഫിലിം ഉണ്ടാവുന്നത്. ഒരു ഈ ഷേപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് മേലെ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഷേപ്പാണ്. കാണാം ഫ്രണ്ടിലിരിക്കുന്നവർക്ക്. താഴെ നോക്കുകയാണെങ്കിലോ തിരിച്ച് താഴെ അല്ലേ? ഇതിന് വലിയ പേരൊക്കെ ഉണ്ടാക്കുക. പേരൊക്കെ നിങ്ങൾ പിന്നെ കേട്ടാൽ മതി. വേറെ സാധനം എടുത്തിട്ട് ഇതിന്റെ നടുക്കുള്ള സോഫ്റ്റ് ഞാനത് പൊട്ടിച്ചു. ഇപ്പൊ ഈ ഷേപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കണ്ടോളൂ. പ്രത്യേകിച്ച് അതിന്റെ പേരൊന്നും ഇപ്പൊ നിങ്ങൾക്ക് അറിയണമെന്നില്ല. എന്തായാലും ആ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിൽ വെച്ചോളൂ. ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു ഷേപ്പ് അല്ലേ ഉള്ളത്. ഈ ഷേപ്പ് രസകരമായ പരീക്ഷണങ്ങളിലൂടെ സയൻസ് വിഷയങ്ങളെ ലളിതമായും ജീവിതഗന്ധിയായും അവതരിപ്പിക്കുന്നതിലൂടെ ശാസ്ത്രത്തെ കൂടുതൽ ജനകീയമാക്കുക എന്നതാണ് കുട്ടിക്കൂട്ടത്തിന്റെ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത്. ടെൽ ശാസ്ത്ര ക്ലബിന്റെ ശാസ്ത്രവണ്ടി പാലക്കാട് ജില്ലയിലെ സ്കൂളുകളിലും വിവിധ കൂട്ടായ്മകളിലും ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ് ക്ലബിന്റെ ആദ്യ പരിപാടി. അട്ടപ്പാടി മേഖലയിലെ വിവിധ സ്കൂളുകളിലാണ് ശാസ്ത്രവണ്ടിയുടെ ആദ്യ ക്ലാസുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ക്ലബിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ക്ലബ് കൺവീനർ അനീസ് എച്ച്, സീനിയർ അധ്യാപിക ദിവ്യ അച്യുതൻ എന്നിവർ സംസാരിച്ചു. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് നമ്മള് ടെൽ സയൻസ് ക്ലബ് ദ എക്സ്പ്ലോറേഴ്സ് ലാബ് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ശാസ്ത്രത്തെ പൊതുസമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ശാസ്ത്രത്തിന്റെ രീതികൾ പരിചയപ്പെടുത്തുക. നമുക്ക് വളരെ ഭംഗിയുള്ള പരീക്ഷണങ്ങളുടെ ഒരു നിര നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ സയൻസ് ക്ലബിലെ കുട്ടികള് നമ്മള് പൊതുസമൂഹത്തിലേക്ക്, തൊട്ടടുത്ത സ്കൂളുകളിലേക്ക്, വായനശാലകളിലേക്കൊക്കെ പരീക്ഷണങ്ങളുടെ ഒരു കൂട്ടായിട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശാസ്ത്രത്തിന്റെ ഒരു കൗതുകം പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മള് ഇതിലൂടെ പുതിയ സയൻസിന്റെ നേട്ടങ്ങളെ ആളുകൾക്ക് പരിചയപ്പെടുത്തുക. പുതിയ പുതിയ ശാസ്ത്രത്തിന്റെ മറ്റ് സാധ്യതകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള അപ്പൊ ഒരു വലിയൊരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ പരീക്ഷണം. നമ്മളൊരു ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ഒരു വണ്ടി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പരീക്ഷണങ്ങളുടെ ഒരു കൂട്ടായിട്ട് നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ വായനശാലകളിലേക്കും സ്കൂളുകളിലേക്കും ക്ലബുകളിലേക്കും ഒക്കെ അപ്പൊ നമ്മുടെ സയൻസ് ലാബ് കുറെ കൂടി ജനകീയമായ ഒരിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ടെൽ സയൻസ് ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു 2003 മുതൽക്ക് 2014 വരെ അജയ് മാഷ് ഉണ്ടായിരുന്നു. അജയ് മാഷ് രസതന്ത്രം എന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്ന അജയ് മാഷായിരുന്നു. വളരെ നല്ല രീതിയിൽ കുറെ പ്രവർത്തനങ്ങളിലൂടെ മാഷ് കെമിസ്ട്രി ഇവിടെ പഠിപ്പിക്കും, കുട്ടികൾക്ക് അതൊരു ഹരമായി മാറും ചെയ്തിരുന്നു. അങ്ങനെ ഒരു മാഷിന്റെ ഓർമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങിയത് വളരെ നന്നായി.
ഇതൊരു പ്രചോദനമാവുന്നേ എന്ന് ആശംസിക്കുന്നു. പ്രിൻസിപ്പാൾ ഇൻചാർജ് മൈക്കിൾ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരായ പി സുരേഷ് ബാബു, നിഷിത് കുമാർ, എൽ വസന്ത, ജീന ജോസി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ടെൽ ക്ലബ്ബ് ഭാരവാഹികളായ രമ്യശ്രീ, ഹനീൻ എം ബഷീർ, എ ആദർശ്, അനുശ്രീ, മുഹമ്മദ് സിനാൻ, അർജുൻ എം എന്നിവരുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി വിവിധ പരീക്ഷണങ്ങൾ ഒരുക്കി ക്ലാസ് എടുത്തു. കാരണം എന്താ? തെർമോകോളിനെ ലീച്ച് കളയുന്ന നല്ലൊരു സോൾവെന്റ് ആണ് എന്ത്? പെട്രോൾ. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ അലിയുടെ മാതിരി തെർമോകോളിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു സോൾവെന്റ് ആണ് ഇത് പെട്രോൾ. അതുകൊണ്ട് അത് പോയി. അപ്പൊ നമ്മൾ ഓക്സിജനായിട്ടുള്ള രാസപ്രവർത്തനമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇവിടെ കുറെ ഓക്സിജൻ ഇല്ലേ എയറില്, ഇനി സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം നോക്കാം. ആരെങ്കിലും ഒരാൾ വരുമോ ഈ രാസപ്രവർത്തനം ചെയ്യാൻ? അപ്പൊ ഗെയിമിന് 3 ആൾ ആവശ്യമുണ്ട്, ഇതിന് ഒരാൾ വേണം. ഒരാൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഏത് ക്ലാസ്? 9th മേഘന. ഇപ്പൊ നമ്മൾ 2 പരീക്ഷണമാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ്. ഇവിടെ നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഓക്കെ കേട്ടോ. ഇതിപ്പോ നോക്കാം, ഈ കളർ എന്തായി മാറിയതൊക്കെ നീല കളറായി. ഈ പരീക്ഷണത്തെ നമുക്ക് ബ്ലൂ ബോട്ടിൽ എക്സ്പെരിമെന്റ് എന്നാ പറയുന്നത്. മേഘന കുറച്ച് നേരം പിടിച്ചു വെക്കുക. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം നമുക്ക്. ഇത് പല pH ഉള്ള സൊല്യൂഷനുകൾ പല നിറങ്ങളിൽ. ഇതിന്റെ പ്രത്യേകത ഇത് വ്യത്യസ്തമായ നിറങ്ങളിൽ. ഞാനിവിടെ പല തരത്തിലുള്ള സൊല്യൂഷനാണ് എടുത്തു വെച്ചത്. അങ്ങേ അറ്റത്ത് വെച്ചിരിക്കുന്നത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിന്റെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്, അസിഡിക് സ്വഭാവമുള്ള വിനാഗിരിയാണ്. അതിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് നാരങ്ങ എന്താ ആസിഡാണ്? നാരങ്ങത്തുള്ള ആസിഡ് ഏതാ? സിട്രിക് ആസിഡ്. നടുക്കിരിക്കുന്നത് വെള്ളമാണ്. ആദ്യം ഒരു ആസിഡിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഏത് ആസിഡ് എന്നാ പറഞ്ഞേ? ഈ ആസിഡിന്റെ പേരെന്താ? സൾഫ്യൂരിക് ആസിഡ്. കണ്ടില്ലേ? അടുത്തൊരു ആസിഡാണ്, വിനാഗിരിയാണ്. വിനാഗിരിക്കകത്ത് യൂണിവേഴ്സിറ്റിക്ക് നിറങ്ങണ്ടോ? എന്ത് നിറ? മഞ്ഞ നിറം. ഇതെന്താ പറഞ്ഞേ? ഇത് നാരങ്ങ പിഴിഞ്ഞാണ് അല്ലേ? അത് എന്ത് നിറം? ചെറിയൊരു മഞ്ഞ നിറം. ഇനി ഇത് വെള്ളമാണ്, പച്ചവെള്ളം. പച്ചവെള്ളത്തിൽ എന്ത് നിറം? പച്ചവെള്ളത്തിൽ ഇതിന്റെ നിറം എന്താണ്? പച്ച നിറം. ഇത് സോപ്പ് കലക്കിയ വെള്ളമാണ്. നേരത്തെ എടുത്ത പിനാപ്തലിന്റെ കുറച്ച് ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അതാണ് നിറം വന്നിരിക്കുന്നത്. എന്ത് നിറം? വയലറ്റ് നിറം. ഇത് അമോണിയാണ്. അമോണിയക്ക് എന്ത് നിറം? വയലറ്റ് നിറം. ഇതെല്ലാം ബേസുകളാണ്. ഇത് വെള്ളമാണ്. അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആസിഡുകളാണ്, ഇപ്പുറത്തിരിക്കുന്നതെല്ലാം ബേസുകളാണ്. ഇതും വയലറ്റ് തന്നെയാണ്. ഇത് വയലറ്റ് ക്യാബേജ് ആണ്. ഇത് അതിനെ മിക്സിയിലൊക്കെ ഇടിച്ച് നീരൊക്കെ പിഴിഞ്ഞെടുത്ത സാധനമാണ്. ഇതേപോലെ ഇതിലേക്ക് നമ്മൾ വീണ്ടും ആഡ് ചെയ്യാണ്. ഇത് സൾഫ്യൂരിക് ആസിഡ് ആണ്. വയലറ്റ് ക്യാബേജിന്റെ നിറം ഇതാണ്. വിനാഗിരിക്കകത്ത് അടുത്ത നാരങ്ങക്കകത്ത് ക്യാബേജിന്റെ നിറം നോക്കുക.
സാധാരണ ക്യാബേജിന്റെ നിറം തന്നെ വരും. ഇത് സോപ്പ് സൊല്യൂഷനാണ്. നോക്കാം, നമ്മുടെ ചുറ്റുമുള്ള പല വസ്തുക്കളും ഇതുപോലെ ഇൻഡിക്കേറ്ററുകളായി. നിങ്ങൾ മഞ്ഞൾ കണ്ടില്ലേ? മഞ്ഞൾ കയ്യിൽ പറ്റിയിട്ട് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് നിറം വരും? ചുവപ്പ് നിറം കാണാം അല്ലേ? ഇതെല്ലാം ഇൻഡിക്കേറ്ററുകളാണ്. നമ്മുടെ നിറമുള്ള ചെടികളുടെ ഒക്കെ നീര്, ഇപ്പൊ ചീര, ചുവന്ന ചീരയുടെ ഒക്കെ നീരൊഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാല് വീട്ടിൽ കിട്ടുന്ന പല അസറ്റിക് സ്വഭാവമുള്ള വസ്തുക്കളില്ലേ? വിനാഗിരി ഉണ്ടാവും, പിന്നെ അപ്പക്കാരൻ, എല്ലാം ഇഷ്ടപ്പെടുന്ന സാധനമാണ് അല്ലേ? നല്ല കളർഫുൾ ആയ സാധനമാണ്. പേര് മിരിണ്ട. ഓ, ഇനിയുണ്ടോ? ഇതെന്തോന്ന്? ഇതിന്റെ കവർ പറഞ്ഞു പോയതാ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതെന്താ സാധനം? പെപ്സി. ഓക്കെ, കമ്പനി പരസ്യമല്ല, പെപ്സിയാണ്. ഇതിനെ കളർ ഇല്ലാണ്ടാക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ഇതിനകത്ത് പലതും നമുക്ക് ഹാനികരമായ നിറങ്ങൾ പലതിനകത്തും ഉണ്ട്. പല പാനീയങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ ഇഷ്ടം പോലെ നീല നിറത്തുള്ള സാധനം കാണാം അല്ലെ? നീല എന്താ പേര്? ഇത് ചാർക്കോളാണ്. ചാർക്കോൾ കൊണ്ട് എന്താ? കരി. പലതരത്തിലുള്ള ചാർക്കോൾ ഉണ്ട്. ചിരട്ട കത്തിക്കുന്ന കരികളാണ് അല്ലെ? അതുപോലെ ആക്ടിവേറ്റഡ് എല്ല് കരിയുണ്ട്, എല്ലെന്ന് കിട്ടുന്ന കരിയുണ്ട്. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്ന സാധനം. ചാർക്കോളിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാല് ഈ നിറമുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ നിറത്തെ അത് ആഗിരണം ചെയ്തിടും, ഉള്ളിലേക്കല്ല, അതിന്റെ സർഫസിൽ പറ്റിപ്പിടിക്കും. ഇപ്പോ ഞാൻ ഇതിലേക്ക് അല്പം ചാർക്കോൾ ഇടാൻ പോവാ. അപ്പൊ നമ്മുടെ പാനീയങ്ങൾക്കകത്തേക്ക് എന്തിട്ടു? ചാർക്കോൾ ഇട്ടു. ഈ പേപ്പറാണ് ഫിൽട്ടർ പേപ്പർ. ഈ പേപ്പർ ഇതിനകത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിക്കാൻ പോവാം. ഇതിന്റെ പേരെന്താ? ഫണൽ. ഇതൊക്കെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ഫിൽട്ടർ പേപ്പറും ഫണലും ഫിൽട്രേഷനും ഒക്കെ എങ്ങനെയാണ്. ഇതിനെ ഞാനൊന്ന് ഫിൽട്ടർ ചെയ്യാൻ പോവാം. ഇതെന്തോന്ന്? മിറിണ്ടയോ? മിറിണ്ടല്ലേ? പെപ്സിയാണ്. ശരി, മിറിണ്ട. എവിടെ പോയി? നിറം എവിടെ പോയി? ഓറഞ്ച് നിറം കാണുന്നുണ്ടോ? മിറിണ്ടയുടെ ഓറഞ്ച് നിറം എവിടെ പോയി? ആര് കൊണ്ടുപോയി? ചാർക്കോൾ കൊണ്ടുപോയി. ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും, ഇതിന് ഇനി മധുരം ഉണ്ടാവുന്നല്ലേ? അല്ല, അടുത്ത സംശയം അതല്ലേ, ഇതിനി കുടിക്കാൻ പറ്റുമോ? വേണം, കുടിച്ചു നോക്കിക്കോളൂ. വേണ്ട, കണ്ടോ? നമ്മുടെ മിറിണ്ട കളർലെസ് ആയി. അപ്പോ കളർ കൊടുക്കാൻ മാത്രമല്ല, കളർ എടുക്കാനും നമുക്കറിയാം. ഓക്കെ, ഇതേപോലെയാണ് അടുത്തത്. ഓക്കെ, അതിന്റെ കളറും ഡിസപ്പിയർ ആയി. കളർ എടുത്തു തരാം.